ഭാരതീയ ധർമ്മ ജനസംഘം SNDPയുടെ പൊളിറ്റിക്കൽ വിങ്ങാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അവർ കഴിഞ്ഞ ദിവസം കോട്ടയത്ത് സമ്മേളനം ചേർന്നിരുന്നു. തുഷാർ വെള്ളാപ്പള്ളി സമ്മേളനം ഉദ്ഘാടനം ചെയ്തിട്ട് അവിടെ നിന്ന് പുറപ്പെട്ടുപോയി. സമ്മേളനത്തിൽ പങ്കെടുത്ത എല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞു. 18 നിയോജക മണ്ഡലങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളുണ്ടായിരുന്നു. അവർ പറഞ്ഞു, ഈ പോക്ക് പോയാൽ നമ്മൾ ഒന്നുമല്ലാതാകും. നമ്മുടെ വോട്ട് വിഹിതത്തെക്കുറിച്ച് BJP ഒരു സ്ഥലത്തും ഒരിടത്തും നന്മ പറയുന്നില്ല. നമുക്ക് BJP പാളയത്തിൽ യാതൊരു അനുഭാവവും നന്ദി പ്രകടനം പോലും ലഭിക്കുന്നില്ല. അതുകൊണ്ട് നമുക്ക് ഈ കൂട് വിട്ട് LDFിൽ ചേക്കേറുന്നതാകും നല്ലത്. കാരണം നമ്മുടെ പരമ്പരാഗത വോട്ടിന് എപ്പോഴും LDF നമ്മോട് നന്ദി പറഞ്ഞിട്ടുണ്ട്. നമുക്ക് LDF നേതൃത്വവുമായി അടുക്കണം എന്ന തരത്തിൽ ഒരു പ്രമേയം പാസാക്കി. ഇടതുമുന്നണിയാണ് നമുക്ക് നല്ലത്, ഇടതുമുന്നണിക്കൊപ്പം നിൽക്കുന്നതാണ് നമുക്ക് നല്ലത്. പിന്നെ തുഷാർ വെള്ളാപ്പള്ളിക്ക് മോദിയുമായും അമിത്ഷായുമായും അടുത്ത ബന്ധമുണ്ട്. തുഷാർ വെള്ളാപ്പള്ളി വേണമെങ്കിൽ അവിടെ നിന്നോട്ടെ. തുഷാർ വെള്ളാപ്പള്ളി അവിടെ നിൽക്കുന്നതിൻ്റെ ഉദ്ദേശം അണികൾക്കൊക്കെ അറിയാം. കാരണം എന്താണ്? മൈക്രോ ഫിനാൻസ് എന്നും അതുപോലെ തന്നെ സാമ്പത്തിക ഇടപാടുകളും അബ്കാരി ഇടപാടുകളും ധാരാളം കേസുകളും ഒക്കെ ഉണ്ട്. അവർക്ക് EDയെ ഭയമാണ്, CBIയെ ഭയമാണ്. അപ്പോൾ അങ്ങനെയുള്ള കേന്ദ്ര ഏജൻസികളുടെ വേട്ടയാടലുകളിൽ നിന്ന് സംരക്ഷണം വേണമെങ്കിൽ NDA മുന്നണിയുമായി ചേർന്ന് നിൽക്കണം തുഷാർ വെള്ളാപ്പള്ളിക്കും വെള്ളാപ്പള്ളി നടേശനും. അതുകൊണ്ട് കുറേ വോട്ട് വിഹിതം അവർക്ക് കൊണ്ടെത്തിച്ചു കൊടുക്കാമെന്ന വ്യാജേനയൊക്കെ അവരുടെ സിമ്പതി പിടിച്ചു പറ്റുന്നതിന് വേണ്ടി തുഷാർ വെള്ളാപ്പള്ളിയും അവർക്ക് കുഴലൂതി അവരുടെ കൂടെ നിൽക്കട്ടെ. പക്ഷേ അണികൾ മാറി ചിന്തിക്കേണ്ട സമയമാണിത് എന്നൊരു പ്രമേയം പാസാക്കി. തുഷാർ വെള്ളാപ്പള്ളി ഈ പ്രമേയത്തെക്കുറിച്ച് അറിഞ്ഞു. ഇതാ വരുന്നു പ്രസ്താവന. ഒരിക്കലും അങ്ങനെ തീരുമാനിച്ചിട്ടില്ല. എന്നാൽ അതാ UDFിൻ്റെ ചില നേതാക്കൾ അടക്കം പറയുന്നു, ഇന്ദിരാഭവനിൽ നിന്ന് അടക്കം പറയുന്നു, തുഷാർ വെള്ളാപ്പള്ളി ഞങ്ങളെ സമീപിച്ചിരുന്നു, UDFുമായി വേണമെങ്കിൽ ഒരു UDFുമായി ധാരണയാകാമെന്ന് ഒരു അടക്കം പറച്ചിൽ ഇന്ദിരാഭവനിൽ നിന്ന് ഉയരുന്നുണ്ട്. UDFുമായി ഒരു ധാരണയാകാം. കാരണം NDA നമ്മളെ അടുപ്പിക്കുന്നില്ല, NDAയിൽ ചേർന്ന് നിന്നിട്ട് കാര്യമില്ല. കാരണം എന്താണ്? UDFിലോട്ട് ചായാൻ കാരണം അടുത്ത സംസ്ഥാനത്ത് 2026 തെരഞ്ഞെടുപ്പ് വരുമ്പോൾ സംസ്ഥാനത്ത് എന്തു വന്നാലും UDF ആകും അധികാരത്തിൽ വരിക. ഇപ്പോഴുള്ള സർക്കാർ വിരുദ്ധ തരംഗം UDFിന് അനുകൂലമാകും എന്നൊരു തോന്നൽ, പൊതുവെ ഒരു പ്രതീതി ജനിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തു വന്നാലും UDFിനൊപ്പം നിൽക്കുകയാണെങ്കിൽ, പ്രത്യേകിച്ച് കേരള കോൺഗ്രസ് അതായത് മാണി കോൺഗ്രസ് ഇടതുമുന്നണിക്കൊപ്പം നിൽക്കുന്നത് കൊണ്ട് മധ്യ തിരുവിതാംകൂർ അതായത് മധ്യ കേരളത്തിൽ കോൺഗ്രസിന് UDFിന് ഒരു ക്ഷീണം സംഭവിച്ചിട്ടുണ്ട്. അത് എല്ലാ ആളുകളും സമ്മതിക്കുന്ന ഒരു കാര്യവുമാണ്. അതേ അവസരം മധ്യ തിരുവിതാംകൂറിൽ മധ്യ കേരളത്തിൽ SNDPക്ക് പ്രത്യേകിച്ച് ഈഴവ സമൂഹത്തിന് നല്ല ഒരു വോട്ട് ബാങ്ക് ഉണ്ട് താനും. അപ്പോൾ മധ്യ തിരുവിതാംകൂറിൽ BDJSൻ്റെ പിന്തുണ ഏത് രാഷ്ട്രീയ കക്ഷിക്ക് അല്ലെങ്കിൽ ഏത് മുന്നണിക്ക് ലഭിക്കുന്നുവോ അത് നല്ല ബലം ഉണ്ടാക്കും. അതുകൊണ്ടാണ് BDJSനെ ഇടതുമുന്നണിയോ അല്ലെങ്കിൽ വലതുമുന്നണിയോ സ്വാഗതം ചെയ്യുന്നത്. ഇടതുമുന്നണിയിലേക്ക് പോകണം എന്ന് പരമ്പരാഗതമായി ഈഴവ സമൂഹം അതായത് BDJSൽ ഇപ്പോഴുള്ള ആളുകൾ ആഗ്രഹിക്കുന്നത്, അവർ പരമ്പരാഗതമായി CPMന് വോട്ട് ചെയ്തിരുന്നവരാണ്. വെള്ളാപ്പള്ളി നടേശൻ അവരെ പിടിച്ച് ബാക്ക് പൈപ്പർ കുഴലൂതിക്കൊണ്ട് ആളുകളെ നയിച്ച് നാശത്തിലേക്ക് കൊണ്ടുപോയതുപോലെ RSSൻ്റെ ആലയിൽ കൊണ്ട് കെട്ടാൻ ശ്രമിച്ചു. അത് അണികൾക്ക് ഇഷ്ടപ്പെട്ടില്ല. അവർ തന്നെ പൊട്ടിച്ചിതറി അവിടെ വച്ച് വെള്ളാപ്പള്ളിയെ വിമർശിച്ചു. അതൊക്കെ വാർത്തകളായി വന്നിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ UDFിൻ്റെ ക്യാമ്പിലേക്ക് തുഷാർ വെള്ളാപ്പള്ളി നുഴഞ്ഞു കയറാൻ ശ്രമിക്കുന്നുണ്ട്. അത് ചർച്ചകൾ നടക്കുന്നുണ്ട്. അതും മനസ്സിലാക്കിക്കൊണ്ടാണ് അണികൾ പറയുന്നത്, നമുക്ക് എന്തുകൊണ്ട് LDFിൽ നിന്നുകൂടാ, LDFിൽ ചേക്കേറിക്കൂടാ, LDFിന് ബലം പകർന്നുകൂടാ, LDFല്ലേ തിരുത്തൽ വാദമായി നിൽക്കുന്നത്, LDFല്ലേ ജനകീയമായി നിൽക്കുന്നത്, LDFിന് ശക്തി പകർന്നാൽ മാത്രമല്ലേ നാടിന് സുരക്ഷിതത്വം ഉണ്ടാവുകയുള്ളൂ, നാടിന് ഐക്യമുണ്ടാവുകയുള്ളൂ. മതേതരത്വം പുലരണമെങ്കിൽ LDF വരണം. ഗുരുവിൻ്റെ സംസ്കാരം, ഗുരുവിൻ്റെ സനാതനധർമ്മം, ഗുരുവിൻ്റെ ആശയങ്ങൾ പ്രചരിക്കണമെങ്കിൽ ഇടതുമുന്നണി വരണം എന്ന ആശയമാണ് BDJSൽ ബഹുഭൂരിപക്ഷം ആളുകൾക്കും ഉള്ളത്. ഇതിനു മുമ്പ് തന്നെ തുഷാർ വെള്ളാപ്പള്ളി ഇല്ലാത്ത ഒരു യോഗത്തിൽ വെച്ച് തന്നെയും ഇതേ ഒരു ആശയം സംസ്ഥാന സമിതിയും ഉയർത്തിയിരുന്നു. ഇനി BDJSൻ്റെ സമ്പൂർണ്ണ യോഗം ചേർത്തലയിൽ ചേരുന്നുണ്ട്. ആ ചേർത്തലയിൽ ചേരുന്ന യോഗം നിർണായകമാകും. തുഷാർ വെള്ളാപ്പള്ളി പരസ്യമായി പറയുന്നത് NDA വിട്ടൊരു കളിയില്ലെന്നാണ്. സുരേന്ദ്രനും പറയുന്നത് BDJS ഒരിക്കലും ഞങ്ങളെ വിട്ടു പോകില്ല എന്നാണ്. പക്ഷേ തുഷാർ വെള്ളാപ്പള്ളി UDFുമായി ചർച്ചകൾ തുടങ്ങിക്കഴിഞ്ഞു. തുഷാർ വെള്ളാപ്പള്ളി UDFുമായി ചർച്ചകൾ നടത്തുന്നു. അണികൾ പറയുന്നു, നമുക്ക് LDFിനൊപ്പം നിൽക്കുന്നതാണ് നല്ലതെന്ന്. ഏതായാലും BDJSൻ്റെ ചേർത്തല സമ്മേളനം പ്രഖ്യാപിക്കും ആർക്കൊപ്പം നിൽക്കുമെന്ന്. ഏതായാലും ഉറപ്പായി NDAയുമായി BDJS അകന്നു തുടങ്ങിക്കഴിഞ്ഞു. അതായത് സുരേന്ദ്രൻ്റെ
സുരേന്ദ്രനുമായുള്ള ചങ്ങാത്തം BDJS ഉപേക്ഷിക്കുകയാണ്. കാരണം ആലപ്പുഴയിലും വയനാടും എന്തിന് പല മേഖലകളിലും BJPക്ക് വോട്ട് വിഹിതം കൂടാൻ കാരണം ഈഴവ സമൂഹം BDJSനൊപ്പം നിന്ന് BJPക്ക് വോട്ട് ചെയ്തത് കൊണ്ട് മാത്രമാണ്. എന്നാൽ അതൊക്കെ BJPയുടെ വളർച്ചയാണ് എന്ന് മാത്രം കണ്ട് അതിൻ്റെയൊക്കെ ക്രെഡിറ്റ് സുരേന്ദ്രൻ്റെ പോക്കറ്റിലായി. BDJSന് യാതൊരു പദവിയോ ക്രെഡിറ്റോ നൽകുന്നതിന് സുരേന്ദ്രൻ തയ്യാറായില്ല. അവിടെയൊക്കെയും BDJSനെ അവഗണിക്കുകയാണ് ചെയ്തത്. ഈ അവഗണന എത്ര നാൾ കൂടെ കൊണ്ടു നടക്കും? ഈ അവഗണനയേറ്റ്, ഈ ആട്ടും തുപ്പുമേറ്റ് എത്ര നാൾ കൂടെ നടക്കും എന്നാണ് കഴിഞ്ഞ 9 വർഷമായി BDJSലെ അണികൾ തുഷാർ വെള്ളാപ്പള്ളിയോടും ചോദിക്കുന്നത്. അതുകൊണ്ട് ഇക്കുറിയെങ്കിലും ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് കാലത്തെങ്കിലും തനിച്ചു മത്സരിച്ച് 1-2 പഞ്ചായത്തുകളിലെങ്കിലും 1-2 സീറ്റുകളിലെങ്കിലും തനിച്ച് ജയിച്ചു കയറണമെന്ന വാശിയിലാണ് BDJSലെ അണികൾ.